എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങണം എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമോ? ചില ആളുകളുണ്ട്, എന്നും പിണക്കാണ്, മക്കളുമായിട്ട് പ്രശ്നമാണ്. നമ്മൾ ആഗ്രഹിക്കാത്തതൊക്കെയാണ് ജീവിതത്തിൽ നടക്കണമെന്ന് പലരും പറയാറുണ്ട്. എന്നും അപകടം, എന്നും രോഗം, എന്നും ബുദ്ധിമുട്ട്. നമ്മൾ വെറുക്കുന്ന ഒരു കാര്യവും അല്ല നടത്തൂല. നമ്മൾ ഈ പറയാൻ പോണ കാര്യം ചെയ്താൽ എന്താ അത്? ഒരു അത്ഭുത ദിക്ർ 10 തവണ രാവിലെ ഒന്ന് ചൊല്ലിക്കൊടുത്താൽ മതി. അന്നത്തെ ദിവസം നമ്മൾ വെറുക്കുന്നതൊന്നും തന്നെ നടക്കൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ദിക്ർ എന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിക്റിനെ കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ദിക്ർ വല ദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലുത് അള്ളാഹിൻ്റെ ദിക്റാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ദിക്ർ തന്നെ വേണം. അതേ ഉള്ളൂ വഴി എന്നാണ് പടച്ചോൻ ഖുർആനിലൂടെ പറയണത്. അപ്പോൾ ദിക്റിൻ്റെ ഒരു മഹാത്മ്യം എത്രയാണ്? ദിക്ർ അത് കൽബിൽ നിന്ന് വരേണ്ട ഒരു സംഗതിയാട്ടോ. വെറുതെ സുബാൻ 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 അങ്ങനെ അതല്ല ദിക്ർ. ദിക്ർ കൽബിൽ നിന്ന് വരണം, കൽബിൽ നിന്ന് വായയിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? കൽബിൽ തട്ടിയിട്ടൊരു ദിക്ർ പറഞ്ഞാൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം പോലും ദിക്റാണ്. എന്തിനാ നിസ്കരിക്കാൻ പറഞ്ഞ്? അഖിമിസ്സലാത്ത ലിദിക്രി. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കരിക്കണം. അപ്പോൾ 5 നേരം, ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട 5 നേരത്തിൽ അള്ളാഹനെ ദിക്ർ ചെയ്യുന്നതിലൂടെ എല്ലാ സമയത്തും അല്ലാ 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 എന്ന ദിക്റിലായിരിക്കണം. ആ ദിക്റുള്ളൊരു മനുഷ്യന് പിന്നെ ടെൻഷനില്ലല്ലോ, അവന് പിന്നെ സമാധാനമല്ലേ. ഒരു വിശ്വാസിയുടെ ദിവസം, ആ ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹിൻ്റെ ദിക്റിലാണെങ്കിൽ അവന് പിന്നെ ടെൻഷനില്ല, അവന് പിന്നെ സമാധാനമാണ്. എന്തിനേറെ ചില നെഹസുള്ള ദിവസങ്ങളിൽ പോലും ദിക്ർ കൊണ്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നെഹസൊക്കെ അങ്ങ് മാറി നിൽക്കും. അപ്പോൾ ആ ദിക്റിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ളവരെ അള്ളാഹു ഏറ്റെടുക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. നിസ്കാരം അള്ളാഹ്ക്കുള്ള ദിക്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലുമൊക്കെ സുബ്ഹ് നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹിൻ്റെ കാവലിലാണ്. എന്താ പറഞ്ഞേ? ആരെങ്കിലുമൊക്കെ സുബ്ഹ് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹിൻ്റെ കാവലിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആശയല്ലേ, സുബ്ഹ് നിങ്ങൾ നിസ്കരിച്ചില്ലേ, നിങ്ങൾ ആരുടെ കാവലിലല്ല? അള്ളാഹിൻ്റെ കാവലിലല്ല. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ കാവലില്ല. നിങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ വരും, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പടച്ചോൻ്റെ കാവൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ സുബ്ഹ് നിസ്കരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളാകണം. വെറുതെ ഇങ്ങനെ തലകുത്തി മറിയുന്ന ആളാകരുത്. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും. എന്തിനേറെ ഇങ്ങനെ പോലും പറയുന്നുണ്ട്, ആ മനുഷ്യനെ വേദനിപ്പിക്കരുത് കേട്ടോ. സുബ്ഹ് നിസ്കരിക്കുന്ന ഒരാളെ വേദനിപ്പിക്കരുതേ. കാരണം എന്താ? അള്ളാഹ് പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത മനുഷ്യനാണത്. അപ്പോൾ അള്ളാഹ് ഒരാളുടെ സംരക്ഷണം ഏറ്റെടുത്ത നമ്മൾ അയാളെ പോയി കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടുമോ? നല്ല പണി നമുക്ക് കിട്ടും. ഒരു ഉദാഹരണം പറയാം, നമ്മളൊരാളുടെ സംരക്ഷണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾ ആരെങ്കിലും വേദനിപ്പിക്കണം നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ മക്കളെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തു, നമ്മുടെ മക്കളെ വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുമോ? പെടൂലല്ലോ. ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവനോട് നല്ല ദേഷ്യം നമുക്ക് തോന്നൂലേ? എന്നതുപോലെ സുബ്ഹ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംരക്ഷണം കരുണക്കടലായ റബ്ബങ്ങ് ഏറ്റെടുക്കാൻ. പിന്നെ ആ മനുഷ്യൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ പടച്ചോനത് ഇഷ്ടാവില്ല, അവനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ദിവസം അടിപൊളിയാകണമെങ്കിൽ സുബ്ഹ് നിസ്കാരം മസ്റ്റാണ്. സുബ്ഹ് നിസ്കരിക്കാത്തവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചിലപ്പോൾ ആണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടാവും, ഭാര്യ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഭാര്യ എണീറ്റ് നിസ്കരിക്കുന്നുണ്ടാവും, ഭർത്താവ് കിടന്നുറങ്ങായിരിക്കും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നിസ്കരിക്കുന്നുണ്ടാകും, പ്രായപൂർത്തിയെത്തിയ മക്കൾ നിസ്കരിക്കുന്നുണ്ടാവില്ല. ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ സുബ്ഹ് നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ പിശാച് മൂത്രമൊഴിക്കുന്നു എന്നാണ്. ആ വീട്ടിൽ പിന്നെ ബർക്കത്തുണ്ടാവുമോ? ഒരാൾ പോലും നിസ്കരിക്കാത്തവരായി, സുബ്ഹ് നിസ്കരിക്കാത്തവരായി. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഞാൻ പറയുന്നത് സുബ്ഹി ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ബാക്കി പിന്നെ എന്തായാലും നിസ്കരിച്ചോളുമല്ലോ. സുബ്ഹിയല്ലേ ഭയങ്കര പാട് നിസ്കരിക്കാനായിട്ട്. അപ്പോൾ ആ സുബ്ഹ് നിസ്കാരം ഒരു മനുഷ്യൻ ഖളാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അകാരണമായിട്ട് ഖളായി പോകുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ടോയ്ലറ്റാണ്. അവിടെ സമാധാനമില്ല, അവിടെ പിന്നെ ഒരു സുരക്ഷിതത്വവും അവനില്ല എന്ന് പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ദിക്റുണ്ട്. സുബഹ് നിസ്കരിച്ചവർക്കേ ഇത് ചൊല്ലാൻ പറ്റുള്ളൂ. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ സംസാരങ്ങളൊന്നുമില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷം എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇല്ലേ? 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നമ്മളെങ്ങനെയാണ് സുബഹ് നിസ്കാരമായിട്ടിരിക്കുന്നത്? ഇനി പ്രായമുള്ള കാല് വയ്യാത്ത ആളുകൾക്കൊക്കെ മാറിയിരിക്കാം കാരണമൊന്നുമില്ലെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ വേറെ സംസാരങ്ങളൊന്നും നടത്തുന്നതിന് മുൻപ് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു ദിക്ർ 10 തവണ അവൻ പറയുകയാണെങ്കിൽ അവൻ്റെ 10 പാപങ്ങൾ അള്ള പൊറുക്കും, 10 നന്മകൾ അള്ള അവന് കൊടുക്കും, 10 സ്ഥാനങ്ങൾ അള്ളാഹുവിങ്കൽ അവൻ ഉയർത്തും. മാത്രമല്ല അന്നത്തെ ദിവസം അവൻ വെറുക്കുന്ന, അവൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും അള്ളാഹു സംഭവിപ്പിക്കില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് വൈകുന്നേരം വരെ, രാവിലെ ഇത് ചൊല്ലിയല്ലവൻ, വൈകുന്നേരം വരെ വല്ലാത്തൊരു കാവൽ അവനും കുടുംബത്തിനും അവൻ്റെ വീടിനൊക്കെ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദിക്ർ? നമുക്കൊക്കെ പരിചയമുണ്ടല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. ചില റിപ്പോർട്ടിൽ യുഹീ വയുമീത്തു എന്നുണ്ട്, ചിലയിടത്ത് യുഹീ വയുമീത്തു ഇല്ലാതെയുണ്ട്. അപ്പോൾ നമുക്ക് യുഹീ വയുമീത്ത് ചേർക്കാമല്ലോ, വളരെ നല്ലതല്ലേ? ചേർത്തും ഇല്ലാതെ എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ യുഹീ വയുമീത്ത് ചേർത്തൊന്ന് ഓതിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത്തു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തേ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നമ്മളന്നതിൻ്റെ ചില അർത്ഥങ്ങൾ ഈ പ്രണയം അള്ളാനോടെന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടോ? കുറേ പേര് കണ്ടിട്ടില്ല. പ്രണയം അള്ളാനോട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ 13ാമത്തെ എപ്പിസോഡാണ് റിലീസ് ചെയ്തത്. ഞാൻ ആ 13ാമത്തെ എപ്പിസോഡ് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അള്ളാനെ പ്രണയിക്കണം, പടച്ചോൻ്റെ പ്രണയം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കയറി ഒന്ന് കണ്ടേക്കാം, അല്ലാത്തവർ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളതിൽ പറഞ്ഞിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല ഇല്ലാതെ ആരുമില്ല എന്നും കൂടെ അർത്ഥമുണ്ട്. എനിക്ക് ആരുമില്ല, ആര് മാത്രമേ ഉള്ളൂ? അല്ല മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദ, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല, അല്ലേ? ലഹുൽ മുൽക്ക്, എല്ലാ ആധിപത്യവും അവനാണ്. വലഹുൽ ഹംദ്, സ്തുതി മുഴുവൻ അള്ളാഹ്ക്കാന്നേ. പിന്നെ യുഹ്യീ വയുമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ദിക്ർ 10 തവണ രാവിലെ ഒരാൾ പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ, അന്നത്തെ ദിവസം അവന് ഇഷ്ടക്കേടുള്ള ഒന്നും സംഭവിക്കില്ല. രോഗം, മക്കളുടെ കാര്യം, അതുപോലെ തന്നെ അവരെന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അള്ളങ്ങ് മാറ്റിവെക്കും. പക്ഷേ ഇത് കൽബിയായ ദിക്റാകണം. അള്ളാനെ മഹബത്ത് വെച്ചുകൊണ്ട്, അള്ളാനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോഴാണ് ഇതൊക്കെ ഫലം ചെയ്യുക. കേവലം കൂലിക്ക് വേണ്ടി ചൊല്ലുന്ന കൂലിപ്പട്ടാളക്കാരല്ല നമ്മൾ, അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുന്നവരാണ്, അള്ളാനെ ഇഷ്ടപ്പെട്ട് ചൊല്ലുന്നവരാണ്. അങ്ങനെ ചൊല്ലുമ്പോഴാണ് അതിനതിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടാവുക. മാത്രമല്ല അന്നേ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് സുരക്ഷിതത്വമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ദിക്റിലൂടെ പിശാചിൽ നിന്ന് സുരക്ഷിതത്വമുണ്ട്. എന്തൊരു അത്ഭുതമാണത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലവും അവനുണ്ട്. 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. ഇതൊരു 7 ദിവസം നിങ്ങളിങ്ങനെ പതിവാക്കി നോക്കി. 7 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 ദിവസം ഒന്ന് പതിവാക്കി നോക്ക്. അപ്പം തന്നെ 7 ദിവസം ചൊല്ലണമെന്നല്ല കേട്ടോ, എല്ലാ ദിവസവും ചൊല്ലണം. ഒരു 7 ദിവസം ചൊല്ലി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫീലായി തുടങ്ങും. ഇനി സുബഹ് നിസ്കാരം ഇല്ലാത്ത സഹോദരിമാരാണെങ്കിൽ ആ സമയത്ത് ദിക്ർ ചൊല്ലിയാൽ മതി. ദിക്ർ ചൊല്ലുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ, നിസ്കാരമില്ല, പക്ഷേ ഈ ദിക്ർ കൃത്യമായിട്ട് ചൊല്ലാം. ഇനി അതുപോലെ തന്നെ ഒരു റിവായത്തിൽ വൈകുന്നേരവും മഗ്‌രിബിന് ശേഷവും ചൊല്ലണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയിട്ട് 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ഈ ദിക്ർ ചൊല്ലുന്നത്. സങ്കടം എന്ന് പറയട്ടെ, പല മഹല്ലുകളിലും ഉസ്താദുമാർ ചൊല്ലൂല. എപ്പോൾ സുബഹിക്ക് ചൊല്ലും, മഗ്‌രിബിന് ശേഷം അവർ അസ്തഗ്ഫിറുല്ലാഹയും പറഞ്ഞ് വേഗം ആയത്തുൽ കുർസി ഓതിയിട്ട് പെട്ടെന്ന് ദ്വാരക്കുന്ന പല മഹല്ലുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ സമയത്ത് പിശാചിൻ്റെ ഉപദ്രവം ഇറങ്ങുന്ന സമയമാണ്, പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ദിക്ർ ചൊല്ലി ഇതിൽ നിന്നൊക്കെ സുരക്ഷിതത്വം നേടാൻ നമ്മൾ പഠിക്കണം. ഏതായാലും സുബഹ് നിസ്കാരം കഴിഞ്ഞ സമയമാണല്ലോ, ബർക്കത്തിന് വേണ്ടി 10 തവണ ഈ ദിക്ർ നമുക്കൊന്ന് ചൊല്ലാം. നമ്മൾ പറഞ്ഞ ആശയം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് ചൊല്ലിക്ക്. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദിക്റിലേക്ക് കിടക്കാം. നാളെ നമുക്ക് വിജയിയെ തിരഞ്ഞെടുക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ചോദ്യം, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച പ്രവാചകൻ്റെ പേരെന്താണ്? എന്താണ്? തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച നബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. 10 തവണ ഈ ദിക്റും ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് പടച്ചവൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ വെറുക്കുന്നതൊന്നും നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം തരണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. എല്ലാ ഛിദ്രതകളിൽ നിന്നും കാവലേകണേ അല്ലാ. സ്വസ്ഥത നൽകണേ അല്ലാ. സന്താനങ്ങളെ നന്നാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭർത്താവ് ജയിലിലാണെന്ന് പറഞ്ഞവരുണ്ട്, മോചനം നൽകണേ അല്ലാ. വിദേശ രാജ്യത്ത് കഴിയുന്നവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ ചമ്പുരാനെ. പ്രിയപ്പെട്ട പ്രവാസികൾ ഹൈർ നൽകണേ അല്ലാ. പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് വീക്ഷിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാർ, ഉപ്പമാർ, മാതാപിതാക്കളുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.